കൊല്ലം ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് കരുനാഗപ്പള്ളി. വളരെ വിശുദ്ധമായ ദേവാലയങ്ങൾ കൊണ്ട് സമ്പന്നം തീരപ്രദേശം. തൊഴിലാളികൾ. പള്ളി എന്നാൽ പാലി ഭാഷയിൽ പരിപാവനമായ ഇടം എന്നാണ് അർത്ഥം. കാർത്തികപ്പള്ളി, മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി. പിൽക്കാലത്ത് ഇത് മറ്റ് ദേവാലയങ്ങൾക്കും ഇതേ പേര് സ്വാഭാവികമായി സ്വീകരിക്കപ്പെട്ടു. ബുദ്ധമത കേന്ദ്രങ്ങളുടെ ഒരു അവിടെ ബുദ്ധമത കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. തിരിച്ച് കരുമാടി പോയിട്ട്. അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശമാണ് എങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത്. അവിടുന്ന് പ്രസിദ്ധമായ പോർച്ചുഗീസ് പള്ളിയുണ്ട്. പിന്നെ മലബാറിൽ നിന്നൊരു സിദ്ധൻ ഇവിടെ വന്ന് രാജാവിനെ കാണുകയും രാജാവ് ഒരു സ്ഥലം പള്ളിക്ക് അനുവദിച്ചു എന്നും അവിടെ മുഴുവൻ കരുനാഗങ്ങളായിരുന്നു എന്നും ആ കരുനാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് അങ്ങനെയാണ് കരുനാഗപ്പള്ളി എന്ന പേര് വന്നതെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രവും കൂടിയാണ്. പിന്നെ ഏറ്റവും ഒടുവിലായി അതിൽ മലബാറുമായിട്ടൊരു കണക്ഷൻ കൂടെ പറഞ്ഞ സമയത്ത് അലി ഹസൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സിദ്ധൻ, അദ്ദേഹം ഈ കരുനാഗപ്പള്ളി അന്ന് ദേശിങ്ങനാടിൻ്റെ കീഴിലായിരിക്കണമല്ലോ ഇത്, അവിടുത്തെ നാട്ടുരാജാവിനെ കണ്ടു. അപ്പോൾ കണ്ടിട്ട് അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം വേണം പള്ളി സ്ഥാപിക്കാൻ. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രദേശം കാണിച്ചു കൊടുത്തു. അന്നെല്ലാം വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ പ്രദേശമാണ് കൊടുത്തത് അവിടെ. പക്ഷേ കരിനാഗങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. കരിനാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കരിമൂർഖൻ ആയിരിക്കണം. ആ കരിനാഗങ്ങൾ ധാരാളമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഈ സിദ്ധൻ എന്ന് പറയുമ്പോൾ സൂഫി സമ്പ്രദായം പിന്തുടരുന്ന ആളായിരിക്കണം അതിൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം ഈ ഒരു നാഗവുമായിട്ട് നേരെ അങ്ങ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എന്ന് പറയുമ്പോൾ നാടു രാജാവിൻ്റെ കൊട്ടാരമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലുള്ള സകലമാരും പേരും പരിഭ്രാന്തരായി 4 പാട് ഓടി. അപ്പോൾ ഈ സിദ്ധൻ എടഞ്ഞുപോയ പാമ്പിനെ തിരിച്ചു പിടിച്ചെടുത്ത് കൊണ്ടുപോയി. പിന്നെ ആരും ആ പാമ്പിനെ കണ്ടിട്ടില്ല. ആ ഒരു പേരിലാണ് കരുനാഗപ്പള്ളി എന്നുള്ള പള്ളി. പക്ഷേ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട പേരുമാണ്. സാർ പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശ്വാസം. പിന്നെ അമൃതപുരി അവിടെയാണ്. ആ കോസ്റ്റൽ ബെൽറ്റിലാണ് വരുന്നത്. പിന്നെ അഴീക്കൽ ബീച്ച്, ഇങ്ങനെ വളരെ പ്രസിദ്ധമായ പിന്നെ ഓച്ചിറ, പിന്നെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ, ഇതൊക്കെ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ മുസ്ലിം ആത്മീയാചാര്യന്മാർക്ക് ഈ കേരള ചക്രവർത്തി ആദരവ് കൊടുത്തൊരു മണ്ണാണല്ലോ. തിരിച്ച് കേരളീയ സംസ്കാരത്തിന് ഒരുപക്ഷെ മുസ്ലിം പണ്ഡിതൻ, ഒരു പ്രമുഖ വലിയ മുസ്ലിം പണ്ഡിതൻ തിരിച്ചൊരു വലിയ ആദരവ് കൊടുത്തതും കരുനാഗപ്പള്ളിക്കാരനാണ്. ഞാൻ ആദ്യമായി വായിക്കുന്ന ഭഗവത്ഗീത കൈരളി ഭഗവത്ഗീത എന്ന പേരുള്ള ഭഗവത്ഗീതയുടെ ഏറ്റവും സരളമായ ഒരു പരിഭാഷയാണ്. ആ പരിഭാഷ എഴുതിയത് കരുനാഗപ്പള്ളിക്കാരൻ എ ഇസ്ഹാഖ് സാഹിബാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കലുകളും വാങ്ങലുകളും ഈ സംസ്കാര വിനിമയത്തിന്റെ. അപ്പൊ ഇതിന്റെ കൂടെ ചേർത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഈ കരുനാഗപ്പള്ളി തന്നെയാണ് വളരെ പ്രസിദ്ധനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുടെ സ്ഥലം. അൻവറാശ്ശേരി എന്ന് പറയും. കരുനാഗപ്പള്ളിയിലാണത്. മാതാമൃതാംബയുടെ മഠവും അവിടെ ഉണ്ട്. പ്രസിദ്ധനാണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തായാലും ഓച്ചിറയെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. ഓച്ചിറ എന്ന് പറയുന്നതാണ് കേരളത്തിലെ കരുനാഗപ്പള്ളിയിലാണോ? അതിനോട് അടുത്ത് തന്നെ തൊട്ടടുത്ത് കൊല്ലം ജില്ലയിലാണെന്നേ ഉള്ളൂ. ആലപ്പുഴ മണ്ഡലം പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രമാണ്. പ്രതിഷ്ഠയല്ല, അമ്പലമേ ഇല്ലാത്ത ക്ഷേത്രം. എന്റെ സുഹൃത്ത് ഹരി കുടപ്പനക്കുന്ന് ഒരു ചലച്ചിത്രഗാനം എഴുതി, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് പറയുന്ന പാട്ട്. എന്റെ സഹപ്രവർത്തകനായിരുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ്. ആ പാട്ടിൽ അത് പറയുന്നുണ്ട്. പരബ്രഹ്മ ക്ഷേത്രമാണ്. പരബ്രഹ്മ വലിയ ഉത്സവമാണ് അവിടെ. കാള എഴുന്നള്ളിച്ച് വീടുകളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വരാറുണ്ട്. മോഹൻലാലിന്റെ ഒരു സിനിമ, അതിലാണ് ഈ പാട്ട്. വാദമുദ്ര ആ സിനിമയിലെ പാട്ടാണ്. പിന്നെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ശിവനായിട്ടാണ് അതിൽ സങ്കല്പിച്ചിരിക്കുന്നത്. ആ പാട്ടിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് എന്തായാലും കരുനാഗപ്പള്ളി. ഒരു വാക്കുകൂടി പറഞ്ഞു. പന്മന രാമചന്ദ്രൻ നായർ സാർ. പന്മന എവിടെയാണ്? ഭാഷയ്ക്കൊരു വ്യാകരണവും സൗന്ദര്യവും ഒരു കൃത്യതയും വിശുദ്ധിയും ഒക്കെ വരുത്തി പറയുമ്പോ ചട്ടമ്പി സ്വാമികളുടെ പിന്നെ വിശ്രമസ്ഥാനവും അതാണ്. ആണോ? കരുനാഗപ്പള്ളിയാണ്. അല്ല, ഈ കരുനാഗപ്പള്ളിയെ കുറിച്ച് ഞങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ ദുഃഖത്തോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ. 2004 ആഞ്ഞടിച്ച സുനാമിയിൽ കരുനാഗപ്പള്ളിയുടെ തീരദേശങ്ങളിൽ നഷ്ടപ്പെട്ടത് 150-ലധികം ആൾക്കാരുടെ ജീവനുകളാണ്. ഒട്ടേറെ ദുരിതം ആ പ്രദേശത്തുകാർ അനുഭവിച്ചു. കരുനാഗപ്പള്ളി അവിടെയാണ് നമ്മുടെ ഇന്നത്തെ മണ്ഡല പര്യടനം. ABC ന്യൂസിന്റെ മണ്ഡല പര്യടനം ഇന്ന് എത്തി നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്.
കരുനാഗപ്പള്ളിയുടെ കണക്കുകൾ, ചരിത്രം, സംസ്കാരം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്തു പോകും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും ഒടുവിൽ നിയമസഭയുടെ കണക്കൊന്ന് ആദ്യം നോക്കാം അല്ലെ. 2016 21 ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അത്ഭുതകരമായ അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 16 തെരഞ്ഞെടുപ്പിൽ ആർ രാമേന്ദ്രൻ, CPIയുടെ നേതാവ് ആർ രാമേന്ദ്രനാണ് ജയിച്ചത് അല്ലെ. അതേ സമയത്ത് 2021 CR മഹേഷ് അട്ടിമറിയിലൂടെ UDFന് ആ സീറ്റ് നേടിക്കൊടുത്തത്. കോൺഗ്രസ് നേതാവ് യുവ നേതാവാണ് CR മഹേഷാണ് ജയിച്ചത്. വ്യത്യാസം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടിങ്ങിന്റെ പാറ്റേണിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 2016 ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 43%, 69,902 വോട്ട് നേടി ആർ രാമേന്ദ്രൻ ജയിച്ചിരുന്ന, ഇടതുപക്ഷം ജയിച്ചിരുന്ന സീറ്റ് 2021 5 കൊല്ലം കൊണ്ട് വന്ന മാറ്റം 94,000 വോട്ട് നേടിയിട്ട് എന്ന് പറഞ്ഞാൽ 30,000 ഭൂരിപക്ഷം, 29,208 ഭൂരിപക്ഷത്തിന്. ആർ രാമേന്ദ്രൻ തോൽവിയുടെ സൂചന അതിന് മുമ്പ് തന്നെ കാണിച്ചിരുന്നു ഇടതുപക്ഷം തോൽക്കാനുള്ള. കാരണം 1000 വോട്ടിന് 1759 വോട്ടിനെ ജയിച്ചുള്ളൂ. അത് അട്ടിമറിച്ചിട്ട് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്, വലിയ ഭൂരിപക്ഷത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് നല്ലൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണ് ഈ വിജയം വ്യക്തിപരമായി അല്ലെ. തീർച്ചയായിട്ടും അതൊരു വലിയ മേന്മയായിരിക്കാം. ഇനി വേറൊരു പ്രത്യേകത, വോട്ടിങ്ങിൽ വന്ന് ഒരു മാറ്റം കാണിക്കുന്നത് ഇവരാണ്. കൃത്യമായ മാറ്റം ഉള്ളത് എന്ന് വെച്ചാൽ വലിയ മാറ്റം കണ്ടത് ആരുടെ വോട്ട് കൊണ്ടാണ്, ആരുടെ വോട്ടാണ് കാര്യമായി അട്ടിമറിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. BDJS ആണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി മത്സരിച്ചത്. BDJS സ്ഥാനാർത്ഥി സദാശിവനാണ്. അന്ന് 19,115. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു BDJS കുറച്ച് സ്വാധീനം കാണിച്ചിരുന്ന ഒരു കാലമാണത്, കാണിച്ചിരുന്ന മണ്ഡലവുമാണ്. തിരിച്ചാണ് സാധാരണ കാണാറുള്ളത്. BJP മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് BDJSന് കൊടുക്കുമ്പോൾ വോട്ട് കുറയാണ് സാധാരണ കാണുന്നത്. ഇവിടെ കരുനാഗപ്പള്ളി തിരിച്ചാണ്. സമുദായത്തിന്റെ വലിയൊരു BDJS 2016 20,000-ഓളം വോട്ട് പിടിച്ചു, 19,115. എന്നാൽ 21 ആ സീറ്റ് BJP നേരിട്ട് ഏറ്റെടുത്തു. BJP മത്സരിച്ചു. ഒരു ബിറ്റി സുധീറാണ് മത്സരിച്ചത്. ഗണ്യമായി കുറഞ്ഞു, പകുതിയോളമായിട്ട് കുറഞ്ഞു. 12,000 വോട്ടാണ് ഇപ്പോൾ BJPക്ക് അവിടെ നേടിയിരിക്കുന്നത്. പക്ഷെ കരുനാഗപ്പള്ളിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒടുവിലത്തെ കണക്കെന്താ? ഇതിനകത്ത് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ UDFന് 39.8% വോട്ടുകളാണ് ലഭിച്ചത്. അത് 63,303 ലഭിച്ചത്. LDFന് എത്തുമ്പോൾ അത് 36.8 മാറുന്നു, 58,523. NDAക്ക് 21.4 34,111 വോട്ടുകളാണ്. 34,000 വോട്ട് കിട്ടിയോ? 34,000 വോട്ട് കിട്ടി. വലിയ മുന്നേറ്റം ഉണ്ട് അതിനകത്ത്. 12-ൽ നിന്ന് 34,000-ലേക്ക് മാറിയവര്. ഇവിടെ 24-ലേക്ക് എത്തുമ്പോൾ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് UDFന് 57,955, LDFന് 49,030 വോട്ടുകളാണ്. 31.1% ഉള്ളത്. ഇനി NDAക്ക് 31% വോട്ടുകൾ ലഭിച്ചു. അതായത് 34 കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് 21 എന്ന് പറയുന്നത് 31%-ലേക്ക് ഉയർന്നു. NDAക്ക് 48,839 വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ്. 34,000 നിന്ന് നേരെ 48,000-ലേക്കാണ് പോയത്. 48,000 വോട്ട് അവിടെ NDAക്ക് എന്നുള്ളതാണ്. കരുനാഗപ്പള്ളി മണ്ഡലം NDAക്ക് വിജയസാധ്യത വേണമെങ്കിലും ആഞ്ഞു പിടിക്കാവുന്ന മണ്ഡലങ്ങളിൽ പെട്ടതാണ് അല്ലെ. NDAക്ക് BJPക്ക് പിടിച്ചു നോക്കാവുന്ന മണ്ഡലങ്ങളിലൊന്നും. ആ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. കാരണം അവരാണ് വലിയ വളർച്ച കാണിക്കുന്നത്. ഇടതുപക്ഷത്തിന് ഡീക്ലൈൻ കാണിക്കുന്നു. UDF നേരിയ തോതിൽ അത് മുന്നേറ്റം കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും വലിയ മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പോളറൈസേഷന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയൊരു മണ്ഡലം കൂടിയാണ്. ഒരു ധ്രുവീകരണം അവിടെ കാണുന്നുണ്ട് അവിടെ. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ മദനിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു. പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും ഒരു ധ്രുവീകരണം അവിടെ വിസിബിൾ ആണ്. മുസ്ലിം വോട്ട് അതുണ്ട് അതിനകത്ത്. അപ്പോൾ ആ വിസിബിലിറ്റിയാണ് നമ്മൾ ഈ കാണുന്ന ഈ 48,000-ൽ എത്തി നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ സാറ് പറഞ്ഞതുമായിട്ട് പോയി. ഇപ്പൊ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ BJPക്ക് കിട്ടി തുടങ്ങിയ BDJS ആയപ്പോൾ കിട്ടി. BJPക്കും കിട്ടുന്നുണ്ട്, തുടർന്നും കിട്ടുന്നുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഒരു റീഡിങ് ശരിയായിരിക്കും. അപ്പോ ഇടതുപക്ഷത്തെ പരമ്പരാഗതമായി പിന്തുണച്ചു വരുന്ന ഈഴവ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ വലിയ തോതിൽ NDA മുന്നണിക്ക് BDJSനും BJPക്കും ഒക്കെ ആയിട്ട് ഒഴുകി പോകുന്നു എന്ന നിരീക്ഷണം ശരിയാണ് അല്ലെ. അതിന്റെ ഒരു പല പോക്കറ്റുകളിൽ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. പല പോക്കറ്റുകളിൽ നിന്ന് ഒഴുകി പോകുന്ന ഒരു പോക്കറ്റ് ഇതാണ്. തീർച്ചയായിട്ടും അതാണ്. കാരണം മദനി ഫാക്ടർ തന്നെയാണ്. മദനി ഫാക്ടർ വന്നതോടുകൂടിയാണ് മദനി ഫാക്ടർ
കേരള രാഷ്ട്രീയത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് സ്വാധീനിച്ചിരുന്നു. അതിപ്പോഴും ആശ്രമം അവിടെ തന്നെയുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ഭീതിയും മൈനാഗപ്പള്ളി അല്ലേ? മൈനാഗപ്പള്ളി, അൻവാറുൽ ഇസ്ലാം. അതെ. അത് അതിൻ്റെ ഒരു ഭീതി ഇപ്പൊ PDP ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ പോളറൈസേഷൻ വരുന്നത്. തന്നെയല്ല CPM അതുമായിട്ട് പ്രകടനത്തിന്റെ പാതയിലൂടെയാണെന്നുള്ള ഒരു വിചാരം സാമാന്യ ജനങ്ങൾക്കുള്ള വിചാരങ്ങളാണ്. അടുത്തുള്ള ഒരു കാര്യം സാറ് പറഞ്ഞ ശരിയാണ്. മദനി എന്ന പേരിൽ നിലനിന്നാലും PDP എന്ന പേരിൽ നിലനിന്നാലും ഇല്ലെങ്കിലും ആ ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ടെൻഡൻസി തുടങ്ങി വെച്ചയാളും മദനിയാണ്. അത് പക്ഷെ ഏറ്റെടുത്ത് പിന്നെ SDPIക്കാരും ഒക്കെയാണ് എങ്കിൽ പോലും വലിയ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാനും അവിടെ പോയിരുന്നു. ഇദ്ദേഹത്തിന്റെ വരവ് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. മദനിയുടെ വരവും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ മുതൽ ഞാനത് കണ്ട ഒരാളാണ്. അപ്പൊ അന്ന് വലിയ മാധ്യമപ്രവർത്തകർക്ക് ഊണും ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് അവിടെ നിന്ന സമയമൊക്കെ എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു വാക്കുകൊണ്ട് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ക്രിമിനൽ കുറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ അനുഷ്ഠിച്ച ഒരാളാണ് അദ്ദേഹം. വാക്കുകൊണ്ട് വാക്കുകൊണ്ട് അനുഷ്ഠിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങളെ. പക്ഷെ അതിന്റെ പണിഷ്മെന്റ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ അനുഭവിക്കേണ്ടി വന്നു. ഇപ്പൊ റിഗ്രറ്റ് വാസ്തവത്തിലുണ്ട്. പറഞ്ഞുപോയ കാര്യങ്ങളിൽ റിഗ്രറ്റ് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ വല്ലാതെ വേവലാതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന 57-ൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൊട്ട് കരുനാഗപ്പള്ളിയുണ്ട്. ആ മണ്ഡലത്തിലെ ഇതുവരെ ജയിച്ചു പോയ ജനപ്രതിനിധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ബേബി ജോൺ, RSPയുടെ ബേബി ജോൺ സ്ഥിരം മണ്ഡലം ചവറയായിരുന്നെങ്കിലും ഇവിടെ ഒരിക്കൽ അദ്ദേഹം ജയിച്ചു പോയിട്ടുണ്ട്. കേവലം 208 വോട്ടിന്. ഒരിക്കലല്ല, 2 തവണ ജയിച്ചു. ആരെങ്കിലും കേസ് കൊടുത്തിട്ട് ചിലപ്പോൾ ബേബി ജോൺ 2 തവണ ജയിച്ചു. 2 തവണ 2 തവണയുണ്ട്. 2 തവണയായിട്ട് പിന്നെയും ജയിച്ചിട്ടുണ്ട് RSPയുടെ. ബേബി ജോൺ 3 തവണ ജയിച്ചിട്ടുണ്ട്. കറക്റ്റ് 208 വോട്ടിന് ആദ്യം ജയിച്ചു 60-ൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിക്കുന്ന 67-ലും 70-ലും തുടർച്ചയായിട്ട് ജയിച്ചു. പക്ഷെ അന്ന് വലിയ ലീഡിന് ജയിച്ചു കേട്ടോ. പിന്നെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. കാരണം നല്ലൊരു മന്ത്രിയായിരുന്നു, ശക്തനായ മന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ജയിക്കുന്നത്. വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും മാത്രം പതിവായി ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. ഒന്നുകിൽ അവിടെ SSP ഈ പറയുന്ന RSP ജയിച്ചിട്ടുണ്ട്, അതുപോലെ SRP എന്ന് പറയുന്ന ഒക്കെ സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്. അല്ലെങ്കിൽ പിന്നെ CPIയുടെ പ്രമുഖനായ നേതാവ് PS ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള. പിന്നെ അതിന്റെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടായത് ഈ ഗൗരി അമ്മയുടെ പാർട്ടി ഒരിക്കൽ ജയിച്ചു അല്ലെ? രാജേന്ദ്ര ബാബു ഒരിക്കൽ ജയിച്ചിട്ടുണ്ട് 2001-ൽ. അതാണ് പ്രത്യേകത. പക്ഷേ ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ആദ്യത്തെ MLA കോൺഗ്രസ് ആണ്. 57 MLA കുളങ്ങര കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയും. പിന്നെ ഒരിക്കൽ കൂടി കോൺഗ്രസ് ഈ അതേ കുളങ്ങര കുഞ്ഞുകൃഷ്ണൻ ഒരു ബേബി ജോണിനോട് തോറ്റ് രണ്ടാമത്, മൂന്നാമത്തേത് വീണ്ടും അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ MLA. വന്നു നിൽക്കുന്ന ഒരു പ്രശ്നം, കരുനാഗപ്പള്ളി മണ്ഡലത്തിന്റെ പ്രത്യേകത കോൺഗ്രസിൽ തുടങ്ങി കോൺഗ്രസിൽ ഒടുവിലെത്തി നിൽക്കും അല്ലെ? ഏറ്റവും ഒടുവില് CR മഹേഷ് നല്ലൊരു MLA ആണ് അദ്ദേഹം. CR മഹേഷ് ആണോ? ഒരു വിവാദങ്ങളിലും അഴിമതിയിലും അദ്ദേഹം ആയതുകൊണ്ടായിരിക്കണം ഇവിടെ CPIയുടെ കയ്യിലുണ്ടായിരുന്ന കുത്തക സീറ്റ് അദ്ദേഹം പിടിച്ചെടുത്താണ് അല്ലെ? വേറൊരു കാര്യം കൂടെ പറയണം നമുക്ക്. C ദിവാകരൻ 2 തവണ അവിടെ ജയിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു, ഹെവി വെയിറ്റ് ആയിരുന്ന മന്ത്രിയാണ് അദ്ദേഹം. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് അല്പം അനഭിമതനായിട്ട് മാറി നിൽക്കുക. പാർട്ടി തന്നെ ഉണ്ട്, അനഭിമതനായിട്ട് മാറി നിൽക്കുന്നുണ്ട്. CPIയിലെ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പുള്ള പാർട്ടിയാണ്. അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ട്. നമുക്ക് കണക്ക് നോക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ലോക്സഭാ മണ്ഡലം നമുക്ക് വളരെ പെട്ടെന്ന് കണ്ണോടിച്ചാൽ അവിടെ നിന്ന് ജയിച്ചു വന്ന പ്രസിദ്ധരെ നമുക്കൊന്ന് ഓർക്കാം. PK വാസുദേവൻ നായർ, സുശീല ഗോപാലൻ, VM സുധീരൻ, വീണ്ടും സുശീല ഗോപാലൻ, വക്കം പുരുഷോത്തമൻ, പിന്നെ ഇടയ്ക്ക് മാറിപ്പോയ TJ ആഞ്ചലോസ് അവിടെ ജയിച്ചിട്ടുണ്ട്. VM സുധീരൻ വീണ്ടും, പിന്നെ ഡോക്ടർ KS മനോജ്, അദ്ദേഹം പിന്നീട് വിട്ടുപോയ ഒരാളാണ്. പിന്നെ KC വേണുഗോപാൽ, പിന്നെ 19-ലും 24-ലും 19 നമുക്കറിയാം ഒരേ ഒരു സീറ്റ് മാത്രം ഇവിടെ നിന്ന് ജയിച്ചു പോയപ്പോൾ ആരിഫ്. അത് ആലപ്പുഴ മണ്ഡലത്തിന് കീഴിലാണ് കരുനാഗപ്പള്ളി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആലപ്പുഴ മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റയാനായിട്ട് ജയിച്ചതാണ്. രണ്ടാമത് ഇപ്പോൾ 24-ല് KC വേണുഗോപാലാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്കില്ല 67,623 വോട്ടുകളാണ് പിന്നെ UDFന് ലഭിക്കുന്നത് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ. 67,623 കുറഞ്ഞു. വീണ്ടും LDF പിന്നിലാണ്. 62,977 LDFന് ലഭിക്കുന്ന വോട്ടുകൾ. 33,839 മാത്രമേ BJPക്ക്. 33,833. 40ഓളം വോട്ട് നേടി കുറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അവസ്ഥ.
ഇനി അത് പക്ഷെ അത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ലോക്കൽ ബോഡി ഇലക്ഷനാണ്, നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ കണക്കൂട്ടാൻ കഴിയില്ല എങ്കിൽ പോലും ട്രെൻഡ് ബാധിച്ചോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഒരു സാധ്യത CR മഹേഷ് തന്നെ അവിടെ മത്സരിക്കും എന്നതാണ് ഉറപ്പാണ്. കാരണം അയാൾ ഒരു ടൈം മത്സരിച്ചോളൂ, അയാൾ ആ സീറ്റ് പിടിച്ചെടുത്തതാണ്, നല്ല സ്വീകാര്യനാണ്. വലിയ ജയിക്കുമെന്ന് വിചാരിച്ചതല്ല, ഇടതുപക്ഷ കോട്ടയായിരുന്നത് കൊണ്ട് ജയിക്കുമെന്ന് വിചാരിച്ചതല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പാർട്ടിക്ക് അപ്പുറമുള്ള ഒരു അല്ലേ ഒരു പിന്നെ അദ്ദേഹത്തിനൊരു എന്താ പറയുക, ആ മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ട്, പാർട്ടിക്ക് അപ്പുറമുള്ള ഒരു അംഗീകാരമുണ്ട്. അല്ല, അവിടെ ഹരിപ്പാടേക്ക് വരുമ്പോഴും ഒക്കെ ഇതേപോലുള്ള അംഗീകാരമുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ ഉണ്ട്. അത് പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് പല മണ്ഡലം നമുക്ക് ചർച്ച ചെയ്യേണ്ട പല മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയമായി സംസാരിക്കാം തീർച്ചയായിട്ടും.